ഒരേ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്ന എത്ര പേരുണ്ട്? എല്ലാ ക്ലൈമറ്റിലും ഒരേ പ്രോഡക്റ്റ്, അതായത് സൺസ്ക്രീൻ ആയാലും മോയ്സ്ചറൈസർ ആയാലും നമ്മുടെ എന്താ പറയുക ഫൗണ്ടേഷൻ ആയാലും എത്ര പേര് യൂസ് ചെയ്യാൻ ഒരിക്കലും പറ്റത്തില്ല കേട്ടോ. അറിയാം വേറൊരു രാജ്യത്ത് പോകുമ്പോൾ അവിടുത്തെ ക്ലൈമറ്റ് എങ്ങനെയാണ് ഒന്നും വേണ്ട, ജസ്റ്റ് പുറത്തോട്ട് പോകുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് വെയിൽ കൊണ്ട് അല്ലെങ്കിൽ അവിടെ ഭയങ്കര തണുപ്പാണ്, നമുക്ക് പറ്റുന്നില്ല എങ്കിൽ നിങ്ങളുടെ ഫേസിൽ ഒരിക്കലും നിങ്ങൾ ഫൗണ്ടേഷനോ അങ്ങനത്തെ എന്താ പറയുക മേക്കപ്പ് ഐറ്റംസ് ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഫേസ് അതായത് ഒത്തിരി ഡ്രൈ ആ ടൈം നിങ്ങൾ ഓൺലി മോയ്സ്ചറൈസർ സൺസ്ക്രീൻ ഇത് മാത്രമേ ഉപയോഗിക്കാവൂ. മുഖം നന്നായിട്ട് പൊരിഞ്ഞിളകുന്ന അവസ്ഥ, നമ്മുടെ കയ്യിൽ ഡ്രൈനസ് വരില്ലേ അതുപോലെ ഫേസിൽ വരും. അത് വീണ്ടും വീണ്ടും കൂടുന്നതല്ലാതെ കുറയത്തില്ല. അതുകൊണ്ട് ആ ടൈമിൽ എത്രത്തോളം നമ്മുടെ ഫേസിൽ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാൻ പറ്റും അത്രയും യൂസ് ചെയ്യുക. പിന്നെ ചെയ്യേണ്ട കാര്യം ഫേസ് വാഷും മറ്റു ഫേസിൽ വാഷ് ചെയ്യുന്നത് നോർമൽ വാഷും ഒന്ന് കുറയ്ക്കുക. ഇത് രണ്ടും കൂടെ ശ്രദ്ധിക്കണം. ഒത്തിരി കോസ്മെറ്റിക്സ് പ്രോഡക്ട്സ് ഉണ്ട്, ഏത് വാങ്ങണം ഏത് ചൂസ് ചെയ്യണം എങ്ങനെ യൂസ് ചെയ്യണം അത് നിങ്ങളുടെ ഐഡിയ. നിങ്ങളുടെ സ്കിൻ ടൈപ്പ് നിങ്ങൾക്കെല്ലാം അറിയാം, അപ്പോൾ അതനുസരിച്ച് യൂസ് ചെയ്യുക. ഞാൻ യൂസ് ചെയ്യുന്നത് സുനിസം മാത്രമാണ്, പക്ഷേ ഞാനിപ്പോൾ ട്രിപ്പ് പോയ സമയത്ത് അതുപോലെ ഉപയോഗിക്കാൻ പറ്റില്ല, ഭയങ്കര ഡ്രൈ ആയിപ്പോയി ഫേസിൽ. പിന്നെ പലരും പറഞ്ഞു ഈ ആക്ഷൻ കാണിച്ചുള്ള വീഡിയോ അത് സ്ഥിരമായിപ്പോയി കേട്ടോ. ഞാൻ ഇങ്ങനെ പറഞ്ഞ് നമുക്ക് ഓരോ കാര്യം ചെയ്യുമ്പോൾ ഒന്നൊരു കോൺഫിഡൻസ് ലെവൽ കൂടുന്നത് എങ്ങനെയാണ്, ഒന്നുകിൽ ആക്ഷൻ ജസ്റ്റ് ഡമ്മി ടൈപ്പ് ഇങ്ങനെയൊന്ന് വീഡിയോ പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എനിക്കത് തോന്നുന്നത് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് എപ്പോഴും കയ്യിൽ ഈ ഒരു ആക്ഷൻ വരുന്നത്. ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായി കുറച്ച് വേർഡ്സ് നമുക്ക് കിട്ടുകയും ചെയ്യും. നമ്മൾ ചെയ്യുന്ന കാര്യം കോൺഫിഡൻസ് ആയിട്ട് നമുക്ക് പറയാനും പറ്റും. അപ്പോൾ ഫേസിൽ യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷനും മറ്റു കാര്യങ്ങൾ ഒന്ന് സൂക്ഷിച്ച് വേണം യൂസ് ചെയ്യാൻ. ക്ലൈമറ്റ് ചേഞ്ച് വരുമ്പോൾ അത് എല്ലാ പ്രോഡക്റ്റും ഒരുമിച്ച് യൂസ് ചെയ്തേക്കരുത് കേട്ടോ.